ഇത് കണ്ടോ, നിങ്ങൾ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇഞ്ചികളുടെ കൂട്ടം. ഇതെല്ലാം ഞാൻ കൃഷി ചെയ്തതാണ്. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഒരു ദിവസം വെറുതെ എന്നല്ല, നമ്മൾ മുരിങ്ങയൊക്കെ ഒടിഞ്ഞ് വീണ സമയത്ത് അതൊന്ന് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഞാനൊന്ന് വന്നതാണ് കേട്ടോ, മുകളിലേക്ക് ഒന്ന് കയറി വന്നതാണ്. ഞാനിങ്ങനെ എനിക്ക് വന്നാലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല, ഓരോരോ തിരക്കിലിങ്ങനെ പോവും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇഞ്ചിയുടെ ഒരു കടയിൽ ഇഞ്ചി അങ്ങ് പുറത്തോട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ, അങ്ങനെ പുറത്ത് മണ്ണിനും പുറത്തോട്ട് വന്ന് നിൽക്കണം. അപ്പോൾ എനിക്ക് തോന്നിയേ ഇഞ്ചി, അപ്പോൾ അവിടെ നിന്ന് കുറച്ചപ്പോൾ ഇഞ്ചി കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കട ഇരിക്കുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറിച്ചു, വേഗം അങ്ങ് പറിച്ചപ്പോഴുണ്ടല്ലോ ഇഞ്ചിയുടെ ഒരു കൂമ്പാരം. ഇത്രയധികം ഇഞ്ചി എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നറിയോ ഇഞ്ചി ഇത്രയധികം കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കൃഷി ചെയ്തിട്ട് ഇത്രയധികം വിളവെടുക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇവിടെ കുഴിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, ഇവിടെ ഞാൻ കുഴിച്ചിട്ടു. ഇതിൽ ഞാൻ ഇഞ്ചി കുഴിച്ചിട്ടു. പിന്നെ കുറേശ്ശെ എടുത്തിട്ട് അതിൻ്റെ വിത്ത് പോലെ ഉണ്ടായിരുന്നു, ഇതിൽ കുഴിച്ചിട്ടു. ഇതാ ഈ ഒരു ഇവിടെയും കുഴിച്ചിട്ടു. പിന്നെ ഇതാ ഇതിൽ ഞാൻ ചേമ്പ് പറിച്ചു, അത് കുഴിച്ചിട്ടു. ചേമ്പിൻ്റെ കുഞ്ഞി തൈ വേറെ ഉണ്ട്, ഇതാ ഇവിടെയും കുഞ്ഞി തൈ ഉണ്ട്. ഇത് മുളക്, അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വീണ്ടും ഇതാ ചേമ്പിൻ തൈ ഇവിടെ കുഴിച്ചിട്ടു, ചേമ്പിൻ്റെ തൈകളാണ്. പിന്നെ നമുക്ക് ചേനതാ കുട്ടിത്തൈയും വലിയ തൈയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുക്കി പ്രാവശ്യമൊക്കെ കറി വെച്ചുള്ളൂ. ഇതാ ഒരു കറി, അത് മറക്കാണ്, രാവിലെ എണീക്കുമ്പോൾ മറന്നു പോകും. അങ്ങനെ കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇതാ ഇവിടെ ഒരു ചേമ്പിൻ്റെ തൈ അതിൽ നിന്ന് പറിച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ നനച്ചൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കണ്ടോ രാവിലത്തെ പ്രകൃതി. നമ്മളിവിടെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് ഞാൻ അന്ന് ഫുള്ള് ടെറസ് മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ മാങ്ങയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഒക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ചില ചൂട് സമയത്തൊക്കെ ചൂട് കൂടുമ്പോഴൊക്കെ ഇങ്ങനെ മാങ്ങയൊക്കെ കൊഴിഞ്ഞു വീഴുമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും മാങ്ങയൊക്കെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് മാങ്ങയൊക്കെ കൊഴിഞ്ഞു പോയി, ചിലതൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി എടുത്തു. ഇതൊക്കെ ഞാൻ കൃഷി ചെയ്തിരുന്ന എൻ്റെ ഗ്രോ ബാഗ്സാണ്. ഒന്നും ഇപ്പോൾ കൃഷി ചെയ്യണമെന്നില്ല, വേണ്ട പറഞ്ഞിട്ട് കൃഷി ചെയ്തിട്ട് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന കാരണേ ഞാൻ ആ സ്റ്റാൻഡൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ അതിന് പൈസ ചിലവാകുന്ന കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അപ്പോൾ അത് വേണ്ട പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് ആ സ്റ്റാൻഡൊക്കെ മേടിച്ചോണ്ട് സെറ്റാക്കി കൃഷിയൊക്കെ ചെയ്യിപ്പിക്കാം. ഇവ കണ്ടില്ലേ, യുദ്ധം വന്നപ്പം യുദ്ധമായപ്പോൾ എന്തായി, നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇനി കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് പലതും നമ്മളിൽ നിന്ന് നമ്മളല്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലതും നഷ്ടപ്പെടുന്നത്. നമ്മളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ മനസ്സായാലും സ്വത്തുക്കളായാലും ജീവിതമായാലും എല്ലാം നമ്മളിൽ നഷ്ടപ്പെടുന്നത് നമ്മളല്ലാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അപ്പം ഇപ്പോൾ കണ്ട ഗ്യാസിനൊക്കെ എന്താ വില. ഭാഗ്യത്തിന് ഗ്യാസിൻ്റെ ക്ഷാമം ഉണ്ടാവണേക്കാൾ മുമ്പ് ഒരു കുറ്റി ഓർഡർ ചെയ്ത് അത് വന്നു. അതിന് ശേഷമാണ് ഒരു ക്ഷാമമൊക്കെ വന്നത്. പിന്നെ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, രണ്ടാമത്തെ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇത് 27-ാം തീയതിക്ക് ശേഷം ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത്രയും ഇതായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാരണം അത് ഓർഡർ ചെയ്യാതെ വെച്ചിരിക്കുക. ഗ്യാസ് കഴിയുമോ എന്നറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് വിറകടുപ്പിലൊക്കെ കത്തിക്കാൻ ശ്രമിക്കാം. ഞാൻ കത്തിച്ചിട്ടില്ല. അത് ഒരിക്കൽ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങുന്നത്, ഈ വീട്ടിലെ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങുന്നത് ഞാനൊരു അന്ന് ഗ്യാസ് നമുക്കില്ലാതെ, അന്നും ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടാണ് ഒരു വ്ളോഗ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു വലിയ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അടുപ്പ് ഇവിടെ ഉണ്ട്, അതൊക്കെ കത്തിച്ചൊക്കെ ഇങ്ങനെ പാചകം ചെയ്യണം എന്നൊക്കെയാണ് വിചാരം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എത്രയും പെട്ടെന്ന് ഗ്യാസൊക്കെ കിട്ടട്ടെ. അയ്യോ ഈ ചൂട്ടത്ത് അവിടെ ഇരിക്കാൻ ഭയങ്കര പാടാണ് അല്ലേ. നമ്മളല്ലാതെ നമ്മളെ ജീവിപ്പിച്ചു, നമ്മളങ്ങനെ ജീവിച്ച് ആ ഒരു സാഹചര്യമായിട്ട് ജീവിച്ചു പോകുന്ന കാരണം നമുക്കിനി നമ്മളുടെ പണ്ടത്തെ സാഹചര്യങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് പാടാണ്, എല്ലാവർക്കും പാടാണ്. അപ്പോൾ നമ്മളതിലേക്കൊക്കെ ഇറങ്ങി പോകണം എന്ന് തന്നെയാണ് അല്ലേ.
അപ്പോൾ പറയില്ലേ നമ്മൾക്ക് സോളാർ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്ര പേര് സോളാർ വയ്ക്കുന്നുണ്ട്, നല്ല ചിലവും കാര്യങ്ങളും ഇതൊക്കെ ആയ കാരണം നമ്മൾ പറയില്ലേ കറണ്ടിൽ നിന്ന് എത്രയോ വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് കറണ്ട് എടുക്കാനൊക്കെ സാധിക്കുമായിരുന്നു. ഒന്നും നമ്മൾക്ക് ചെയ്യാൻ കുറച്ചൊക്കെ അല്ലേ നമുക്കതൊക്കെ സാധിക്കുന്നുള്ളൂ. എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ് ഏറ്റവും നല്ലത്. നമ്മളും കൂടി പരിശ്രമിക്കണത് ആ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ പണ്ട് പറയില്ലേ നമ്മളെ അപ്പുറത്തെ വീട്ടിൽ തല്ലുണ്ടാകുമ്പോൾ നമുക്ക് നല്ല സുഖമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. അപ്പുറത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മുടെ വീട്ടിലത് നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ പറയില്ലേ, നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് അല്ലേ അവിടെ വീട് ഉപയോഗിക്കുക. നമുക്കതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് കിട്ടുമ്പോഴാണ് ശരിയാണ് നമുക്ക് പണി കിട്ടും എന്ന് നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനെയാണ് ലൈഫൊക്കെ മുന്നോട്ട് പോണത്. ഇങ്ങനെ ഇഞ്ചി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇഞ്ചി കൃഷി ചെയ്ത്. ഞാൻ വഴുതിനിങ്ങ, വെണ്ടക്കായ, മുരിങ്ങക്കായ, എനിക്ക് കൃഷിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷി ചെയ്യുന്നവരിഷ്ടം. എൻ്റെ അമ്മൂമ്മ ഒരു കൃഷിക്കാരിയായിരുന്നു എന്ന് ഞാൻ പറയാറില്ലേ. ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യണത്, കാണാനും അത് കാണാൻ ചെന്ന് നിൽക്കുക, അവർ പണിത് നോക്കി നിൽക്കാൻ ഒക്കെ എനിക്കിഷ്ടമാണ്. സമയം അത്രയും താല്പര്യമാണ്. ഇത് ചേന ഫുള്ള് ഉണങ്ങി കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇത് വെട്ടുക എന്ന് പറയൂല്ലേ. അത് വെട്ടിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പറിച്ചെടുക്കണം. വെട്ടല്ലല്ലോ, പറിച്ചെടുക്കണം. ഈ ചട്ടികളിലൊക്കെ ചെടികളായിരുന്നു. വെണ്ടക്കായ, മുരിങ്ങക്കായില്ല, വെണ്ടക്കായ, വഴുതനങ്ങ, പച്ചമുളകായിരുന്നു കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്നത്. പച്ചമുളകായിരുന്നു, വെണ്ടക്കായ, മുരിങ്ങക്കായ, പച്ചമുളക്, പിന്നെ കൊത്തമര, പയർ, കയ്പയ്ക്ക, ഇതെല്ലാം ഞാനിവിടെ കൃഷി ചെയ്തിരുന്നു. ചെറിയ പന്തലൊക്കെ ഇട്ടിട്ട്. അതൊന്നും ശരിയായി നിൽക്കില്ല. ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്ത ആൾ കണ്ട് പഠിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. കണ്ണിമാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ണിമാങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മാങ്ങയും ചക്കയൊക്കെ ഈ പ്രാവശ്യം വളരെ കുറവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ടെറസാണ്. ടെറസിലേക്ക് ഇപ്പോൾ ചൂടുകാലമായ കാരണം നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഞാൻ ചേട്ടൻ അവിടെ കുളിക്കുന്നത് കൊണ്ട്, അപ്പോൾ ബാത്റൂമിൽ അവിടെ കുളിക്കുന്ന ഞാൻ ഒരുമിച്ച് കയറി വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരോ വിശേഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. അടിപൊളിയാണോ. അപ്പോൾ ഗ്യാസില്ല. അപ്പോൾ യുദ്ധം കാരണം ഗ്യാസും കിട്ടണില്ല. ഇതിന് കുറച്ച് കഴിഞ്ഞ് ഭക്ഷണങ്ങൾ കിട്ടാണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ വായു കിട്ടാണ്ടാവും, പറയില്ലേ ജീവിതം കിട്ടാണ്ടാവും. അങ്ങനെ നമ്മളെ ലൈഫിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുന്നു അല്ലേ. പക്ഷേ നമ്മൾ സമ്മതിക്കില്ല. എങ്ങനെയായാലും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ, എല്ലാത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് വരണ്ടേ. ഞാൻ അവിടെ കത്തിച്ചപ്പോൾ കണ്ടോ വാഴയിടയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പറയില്ല വാടി പോയിട്ടുണ്ട് നല്ല പോലെ. അവിടെ ഒരു പ്ലാവിൻ്റെ ഒരു കൂമ്പാരം കിടക്കുന്നുണ്ടായിരുന്നില്ലേ, ഇവർ പ്ലാവ് വെട്ടിയപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കിടന്നപ്പോൾ നല്ലൊരു ഇതായിട്ടിങ്ങനെ വാടി കൂമ്പാരായിപ്പോയി. നല്ലൊരു പറമ്പൊക്കെ ഒരു വൃത്തിയായല്ലോ. എരുമാമ്പുളി കണ്ടില്ലേ, സെറ്റായിട്ടുണ്ട് ഉരുമ്പാമ്പുളി. അവളെയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഒരു പ്രത്യേക സുഖമല്ലേ. എപ്പോഴും മുകളിൽ നിന്ന് കാണുന്നത് ഭയങ്കര സുഖമാണ്. പക്ഷെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ നമ്മൾ പറയില്ല മുകളിൽ നിൽക്കുന്നവർക്ക് താഴെ കാണുന്നതെല്ലാം പുച്ഛമായതല്ല, സുന്ദരമാണ്. അവിടെ നിന്ന് ഇറങ്ങി വരാനോ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു കാലഘട്ടം മാത്രമാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.